സാബോൻ പറയാണ് എനിക്ക് ഫുഡ് ഒരു വീക്ക്നെസ്സാണ്. പുറത്താണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളത് കഴിച്ചുകൊണ്ടിരിക്കാം. ഇവിടെ ആണെങ്കിൽ നമ്മൾ ഒന്നും ചെയ്യാനുമില്ല, കഴിക്കാനും ഒന്നും കിട്ടുന്നില്ല, വയറ് നിറയില്ല, എന്തെങ്കിലും തിന്നുകയും വേണം. അക്ബർ ചോദിക്കുകയാണ്, നിൻ്റെ വയറ് നിറയൂലെന്നോ? നിൻ്റെ വയറ് ചെറിയ വയറല്ലേ, പെട്ടെന്ന് നിറയ്ക്കാമെന്ന് പറയുന്നുണ്ട് അക്ബർ. അവൻ നല്ല ഫുഡിയാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അത് ഞാൻ ഭയങ്കര ഫുഡിയാണ് പുറത്ത്. ആര്യനപ്പം പറയാണ്, ഞാൻ 6-7 ചപ്പാത്തിയൊക്കെ ഒറ്റയടിക്ക് കഴിക്കും പുറത്ത്. ഒരു ഫുൾ അൽഫാം, ഒരു മൊത്തം ലാർജ് പിസ്സ എനിക്ക് ഫുള്ള് കഴിക്കാൻ പറ്റും ഒറ്റയ്ക്ക്. എനിക്കും പറ്റുമെന്ന് സാബുമാൻ പറയുന്നുണ്ട്. ഈസി ആയിട്ട് പറ്റുമെന്ന് ആര്യം പറയുന്നു. ഫുൾ അൽഫഹാം ആണോ എന്ന് നമ്മുടെ അനീഷ് ചോദിക്കുന്നുണ്ട്. ഒരു ഫുള്ള് അൽഫാം, ഒരു ഫുള്ള് കോഴി ഞാൻ കഴിക്കും. അപ്പോൾ അക്ബർ സൈഡിൽ ഇരുന്നുകൊണ്ട് പറയാണ്, ഞാൻ 2 കോഴി ഫുള്ള് കഴിക്കും. ഞാൻ പറയുന്നത് വേണമെങ്കിൽ കഴിക്കാം, പക്ഷെ ഞാൻ എപ്പോഴും ഹാഫ് ഓർഡർ ചെയ്യത്തുള്ളൂ എന്ന് ആര്യം പറയുന്നുണ്ട്. 2 ലെഗ് പീസ്, സോഫ്റ്റ് പീസ് കഴിച്ച് തീർക്കും. എൻ്റെ വയറിലെ ഫുള്ള് സ്ഥലം തീർക്കാൻ വേണ്ടി ഒരു ഫുൾ അൽഫാമും 2 ബിരിയാണി കഴിക്കാൻ പറ്റുമെന്ന് പറയുന്നുണ്ട് ആര്യൻ. എനിക്ക് മാക്സിമം ഒരു 8 പൊറോട്ട ഒരുമിച്ച് കഴിക്കാൻ പറ്റും ചേട്ടാ എന്ന് അനീഷിനോട് പറയുന്നുണ്ട് ആര്യൻ. ബിരിയാണി 2 ഫുള്ള്. അപ്പോൾ അനീഷ് ചോദിക്കുന്നുണ്ട്, 2 ഫുള്ള് ബിരിയാണിയോ, 8 പൊറോട്ടയോ, പിന്നെ കുറച്ച് ചിക്കൻ കറി. ഇത് ഒരുമിച്ചല്ല, ഒറ്റയടിക്കല്ല, ഇത് നമുക്ക് ഓരോ ദിവസങ്ങളിലായിട്ട് ഒരുമിച്ച് കഴിക്കാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. ഒരു ദിവസം ഒറ്റയടിക്ക് 2 ബിരിയാണി ഫുള്ള് കഴിക്കാമെന്ന് ആര്യം പറയുന്നുണ്ട്. 8 പൊറോട്ട ഒരുമിച്ച് കഴിക്കാൻ പറ്റും. ഞാൻ കഴിച്ച ഹയസ്റ്റ് ആണ് ഞാൻ പറയുന്നത്. പിന്നെ ഓണസദ്യ എനിക്കൊരു 6 ടൈംസ് ഇങ്ങനെ ചോറിടാം. നമ്മൾ 2ാമത് 3ാമത് മേടിക്കത്തില്ലേ, അങ്ങനെ 6 പ്രാവശ്യം ചോറ്, ഒരു കൂന ചോറ് വെച്ചിട്ടാൽ ഞാൻ കഴിക്കുമെന്ന് ആര്യം പറയുന്നുണ്ട്. അനീഷ് ചോദിക്കുന്നുണ്ട്, ഇതെല്ലാം കഴിച്ചിട്ട് എങ്ങോട്ട് പോവുകയാണ്? അപ്പോൾ ആര്യം പറയണം, അതിൻ്റെ എനിക്ക് തോന്നുന്നു എൻ്റെ ചന്തിയിലോട്ട് പോവുകയാണെന്ന്. ഒരു 12 ബോയിൽഡ് എഗ്ഗ് എനിക്ക് കഴിക്കാൻ പറ്റും. ഓംപ്ലേറ്റ് ആണെങ്കിൽ 8 മുട്ടയുടെ ഓംപ്ലേറ്റ് എനിക്ക് കഴിക്കാൻ പറ്റും. പിന്നെ ഞാനിവിടെ കഴിച്ചതെന്ന് പറഞ്ഞാൽ 2 ചപ്പാത്തി, ഒരു ഇച്ചിരി കറി. അതൊക്കെ എനിക്കൊരു ടാസ്ക് പോലായിട്ടാണ് തോന്നിയിട്ടുള്ളതെന്ന് ആര്യം പറയുന്നുണ്ട്. പിന്നെ ഞാൻ മെൻ്റൽ ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് ഫുഡ് കഴിക്കുന്നത്. ഒരു ഗ്രിൽഡ് ഫിഷ്, കുറച്ച് റൈസ്, കുറച്ച് കറികൾ, അങ്ങനെ ഞാൻ കഴിക്കും. അല്ലാതെ എൻ്റെ ശരീരത്തിന്, എൻ്റെ വയറിന് നിറയാൻ വേണ്ടി ഞാനൊന്നും കഴിക്കാറില്ല. അങ്ങനെയാണ് ഞാനൊരു വലിയ മനുഷ്യനായി മാറുമെന്ന് ആര്യം പറയുന്നുണ്ട്. വീണ്ടും അനീഷ് ചോദിക്കുന്നുണ്ട്, ഇതെല്ലാം കൂടെ എങ്ങോട്ടേക്കാണ് ഈ പോകുന്നത്? അപ്പോൾ ആര്യം പറയണം, ആദ്യം എൻ്റെ വയറ്റിലേക്ക് പോകുന്നു, പിന്നെ നേരെ വാഷ്റൂമിലേക്ക് പോകുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. കൊള്ളാം അല്ലേ, 2 ബിരിയാണിയൊക്കെ ഒറ്റ ഇരിപ്പിന് തിന്നുക, എന്നിട്ട് ഒരു കേരള സദ്യയുടെ 6 തവണ ചോറ് വാങ്ങിച്ച് കഴിക്കാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തോരം വയറാന്നേരം അത്.